കിഴക്കൻ ഏറനാടിൻ്റെ രോമാഞ്ചമായ പി.വി. അൻവർ എം.എൽ.എ പോലീസ് സംഘം വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തു എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ നമുക്ക് മുമ്പിലുള്ളത്. അദ്ദേഹത്തിന് മജിസ്ട്രേറ്റ് ജാമ്യം നിഷേധിച്ചു. തവന്നൂർ ജയിലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മഞ്ചേരി ജില്ലാ സെഷൻസ് കോടതിയിൽ ഇന്ന് തന്നെ അപ്പീൽ ബോധിപ്പിക്കുന്നുണ്ട്. മിക്കവാറും നിങ്ങളിത് കാണുമ്പോഴത്തേക്കും അദ്ദേഹത്തിന് ജാമ്യം കിട്ടി കാണും എന്ന് ഞാൻ വിചാരിക്കും. ഇനി അഥവാ ജാമ്യം കിട്ടിയില്ലെങ്കിലും 1-2 ദിവസത്തിനകത്ത് കിട്ടും. ഇത് ഇത്ര വലിയ തലപോകുന്ന കാര്യമൊന്നുമല്ല. അൻവറിനെ സംബന്ധിച്ചിടത്തോളം കൊലക്കേസിൽ പ്രതിയായിട്ട് ജയിലിൽ കിടന്നിട്ടുള്ള ആളാണ് അദ്ദേഹം. പുള്ളിക്ക് ജയിലും അറസ്റ്റും പോലീസ് ഭീഷണിയും ഒന്നും പുതിയ കാര്യമല്ല. പക്ഷേ ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ കേരള പോലീസ് അദ്ദേഹത്തിന് വലിയൊരു സഹായമാണ് ചെയ്തിട്ടുള്ളത് എന്ന് ഞാൻ വിചാരിക്കും. അൻവറിനെ കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു. അതുതന്നെയാണ് ഗാന്ധിയനായ അൻവറിനും പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ സന്ദേശം. ഇദ്ദേഹം സ്വാതന്ത്ര്യ സമര പഠനം കോൺഗ്രസ് നേതാവുമായിരുന്ന പി.വി. ഷൗക്കത്ത് അലിയുടെ മകനാണ്. ഖദർധാരിയാണ്. കോൺഗ്രസ്സുകാരനായിരുന്നു. പിന്നെ കോൺഗ്രസ് നേതൃത്വവുമായിട്ട് അകന്ന് ഏറനാട്ടിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അന്ന് LDFൻ്റെ പിന്തുണ കിട്ടും എന്നാണ് വിചാരിച്ചത്. പക്ഷേ കിട്ടിയില്ല. പക്ഷേ നല്ലവരായ LDFകാരൊക്കെ അദ്ദേഹത്തിന് വോട്ട് ചെയ്തു. അദ്ദേഹം 2ാം സ്ഥാനത്തെത്തി. അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. അവിടെയും കുറച്ചധികം വോട്ട് പിടിച്ചു. ജയിക്കാൻ പറ്റിയില്ല. ആ ഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അദ്ദേഹത്തെ ഏറ്റെടുത്തു. നിലമ്പൂർ മണ്ഡലത്തിൽ മത്സരിപ്പിച്ചു. അദ്ദേഹം നിലമ്പൂർ സാക്ഷാൽ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച് നിയമസഭാംഗമായി. അങ്ങനെ നിയമസഭാംഗമായ സമയത്ത് ഇദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. 2ാം പിണറായി ഭരണകാലത്തും ഇദ്ദേഹം മുഖ്യൻ്റെ ഏറ്റവും അടുത്ത ആളാണ്. അദ്ദേഹം ഐവറി കോസ്റ്റിലും ഗോട്ടിമാലയിലുമൊക്കെ പലവിധ ബിസിനസ്സുകൾ ചെയ്യുന്ന ആളാണ്. അത് കഴിഞ്ഞ് സമയമുള്ളപ്പോൾ വല്ലപ്പോഴുമൊക്കെ നിയമസഭയിലും വന്നിരുന്നു. ബാക്കി സമയത്ത് നിലമ്പൂരിലെ വികസന പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുത്ത് പ്രവർത്തിച്ചു. പക്ഷേ നാട്ടിൽ ഇദ്ദേഹത്തെക്കുറിച്ച് വലിയ മതിപ്പാണ്, വലിയ അഭിപ്രായമാണ്. ഇനിയിപ്പോൾ ഐവറി കോസ്റ്റിലിരിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഹൃദയം നിലമ്പൂരിനെക്കുറിച്ച് ഓർത്താണ് മിടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ഷാജൻ സ്കറിയ എന്ന് പറഞ്ഞ ഒരു കുലംകുത്തിയെ ജയിലിലാക്കുന്ന വിഷയത്തിൽ ഇദ്ദേഹം ആഗ്രഹിച്ച രീതിയിലുള്ളൊരു പിന്തുണയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയ്ക്കൊത്ത രീതിയിലുള്ള പ്രവർത്തനമോ കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. അതിലെ പ്രധാനപ്പെട്ട കുറ്റക്കാരെന്ന് പറയുന്നത് ഒന്ന് അന്നത്തെ മലപ്പുറം SP ആയിരുന്ന സുജിത് ദാസ് ആയിരുന്നു. മറ്റൊരാൾ സംസ്ഥാനത്തെ ക്രമസമാധാന പരിപാലന ചുമതല ഉണ്ടായിരുന്ന ADGP അജിത് കുമാറായിരുന്നു. ഇവർ രണ്ടുപേരും ഈ ഷാജൻ സ്കറിയയുടെ മച്ചമ്പിമാരും ഉള്ളുകൊണ്ട് സംഘപരിവാർ അനുകൂലികളുമായിരുന്നു. ഈ വിഷയം പുള്ളി ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന മഹാനായ P. ശശിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. എന്തോ കാരണത്താൽ ശശിയും അത് അവഗണിച്ചു. ഷാജൻ സ്കറിയെ പിടിക്കാനായിട്ട് പോലീസുകാർ പരമാവധി ശ്രമിച്ചു. പക്ഷേ കിട്ടിയില്ല. അഥവാ പോലീസിൽ ഷാജൻ സ്കറിയയ്ക്ക് വലിയ ഒറ്റുകാരനായിരുന്നു. അങ്ങനെ ഷാജൻ സ്കറിയ നിയമത്തെ വെല്ലുവിളിച്ച് ഹൈക്കോടതി ഉത്തരവിനെ വെല്ലുവിളിച്ച് നെഞ്ചുവിരിച്ച് പല സ്ഥലങ്ങളിലും ഒളിവിൽ താമസിച്ചുകൊണ്ട് വീഡിയോകൾ ഇറക്കി വിട്ടു. അപ്പോഴൊക്കെ അദ്ദേഹം അൻവറിനെ പരസ്യമായിട്ടും അലി മുതലാളിയെ രഹസ്യമായിട്ടും വെല്ലുവിളിച്ചു. അൻവർ മുതലാളിയുടെ പുറകിൽ അലി മുതലാളിയുണ്ട് എന്നുള്ള കാര്യം അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാമായിരുന്നു. പക്ഷേ എന്നിട്ട് പോലും കേരള പോലീസ് വലിയ അനാസ്ഥ കാണിച്ചു. പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ച ഉണ്ടായി. ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു ഘട്ടത്തിൽ അതിനിടയ്ക്ക് ഇദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. അൻവറിൻ്റെ കിളി പോയി. അൻവർ ഉടനെ തന്നെ സുജിത് ദാസിനും അതുപോലെ അന്ന് SP ആയിരുന്ന ശശിധരനും അജിത് കുമാറിനും ശശിക്കും എന്തിനും പിണറായി വിജയനും തന്നെ എതിരായി പരസ്യമായിട്ട് പത്രസമ്മേളനം നടത്തി പാർട്ടിയെ വെല്ലുവിളിച്ചു. ഒരു ഘട്ടത്തിൽ പാർട്ടിയിലെ സഖാക്കൾ ഇദ്ദേഹത്തിന് പരോക്ഷ പിന്തുണ കൊടുത്തു. പക്ഷേ അടുത്ത ഘട്ടത്തിൽ അവർ പിന്തുണ പിൻവലിച്ചു. അങ്ങനെ പാർട്ടിയും അൻവറും തമ്മിലുള്ള ബന്ധം മോശം. അൻവർ ചന്തക്കുന്നിൽ വലിയ ഒരു സമ്മേളനം നടത്തി മുഖ്യമന്ത്രിയെയും മാർക്സിസ്റ്റ് പാർട്ടിയൊക്കെ വെല്ലുവിളിച്ചു. പക്ഷേ അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നീട് അദ്ദേഹത്തിൻ്റെ യോഗത്തിന് ആൾ കൂടാതെ ഇദ്ദേഹം പറയുന്നതൊക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ആദ്യം മധ്യാന്തം ഒരേ കാര്യങ്ങൾ തന്നെ പല പ്രാവശ്യം പറഞ്ഞാൽ അത് ആര് തന്നെയാണെങ്കിലും ശരിയാണ്, കേൾക്കാൻ ആളെ കിട്ടുകയില്ല. ഈ അടിസ്ഥാന തത്വം അൻവറിന് അറിയില്ല. പിന്നെ പുള്ളി പാലക്കാട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയും ചെയ്തു. ചേലക്കരയിൽ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി ആ സ്ഥാനാർത്ഥി നോട്ടയും തമ്മിൽ കടുത്ത പോരാട്ടം നടത്തി. അവിടെ നോട്ടയ്ക്ക് മീതെ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചെങ്കിലും പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ല. അദ്ദേഹം DMKയിൽ ചേരാനൊരു ശ്രമം നടത്തി. പക്ഷേ അത് വിജയിച്ചില്ല. അത് കഴിഞ്ഞ് തൃണമൂൽ കോൺഗ്രസ്സിലോ സമാജ്വാദി പാർട്ടിയിലോ അതുമല്ലെങ്കിൽ ഇനി ശിരോമണി അകാലിദളിലൊക്കെ ചേരാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ LDFൽ നിന്ന് വിട്ടു. UDFൽ എടുക്കുകയും ചെയ്യാത്തൊരു സാഹചര്യത്തിൽ മുസ്ലിം ലീഗിൻ്റെ തിണ്ണ നിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പാണക്കാട്ടി അന്ന് തങ്ങളെ കണ്ട് സങ്കടം പറഞ്ഞു. തങ്ങൾ നോക്കാം
പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞു വിട്ടു. മുസ്ലിം ലീഗിനും ഇദ്ദേഹത്തിന് ഒരവസരം കിട്ടിയില്ല, അദ്ദേഹത്തിന് ആതിഥ്യം ലഭിച്ചില്ല. പാണക്കാട്ടിൽ ചെല്ലുന്ന എല്ലാവർക്കും അവിടുന്ന് കട്ടൻ ചായ കിട്ടും എന്നല്ലാതെ ആ പാർട്ടിയിൽ ചേരണമെങ്കിൽ കുഞ്ഞാലിക്കുട്ടി കൂടി തോന്നണം. അങ്ങനെ വി ഡി സതീശനെ വെറുപ്പിച്ചിട്ട് അൻവറിനെ പാർട്ടിയിലെടുക്കാനായിട്ട് കുഞ്ഞാലിക്കുട്ടി താല്പര്യപ്പെട്ടില്ല. മാത്രമല്ല ഈ പി വി അൻവർ കതറിട്ട കോൺഗ്രസ്സുകാരനാണ്. അങ്ങനെ ഒരാളെ മുസ്ലിം ലീഗിന് വേണ്ട. മഞ്ഞളാംകുഴി അലിയെടുത്തു വേറെ കാര്യം, ആ മഞ്ഞളാംകുഴി അല്ല പി വി അൻവർ. അതുകൊണ്ട് ലീഗിലും അദ്ദേഹത്തിന് വലിയ സ്വീകരണം കിട്ടിയില്ല. കോൺഗ്രസ്സിലേക്ക് ചെല്ലാം എന്ന് വിചാരിച്ചാൽ കെ സുധാകരൻ ഉള്ളുകൊണ്ട് അനുകൂലമാണ്, പക്ഷേ വി ഡി സതീശൻ വളരെ എതിരാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്തു, ഇവിടെ എത്തിയതുമില്ല എന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തെ സഹായിക്കാൻ കേരള പോലീസ് തന്നെ മുന്നിട്ട് വന്നത്. കാരണം പോലീസുകാരെക്കുറിച്ച് ഒരുപാട് അപരാധം പറഞ്ഞ ആളാണ് അൻവർ. അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും സഹായിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്തമാണ്. പ്രത്യേകിച്ചും രാഹുൽ മാങ്കൂട്ടത്തെ ഒരു ദേശീയ നേതാവാക്കിയത് നമ്മുടെ പോലീസാണല്ലോ. രാഹുൽ മാങ്കൂട്ടത്തെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് തന്നെ അറിയില്ല. ഡൽഹിയിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായപ്പോൾ പോലും യൂത്ത് കോൺഗ്രസ്സുകാർക്കോ മൂത്ത കോൺഗ്രസ്സുകാർക്കോ പുള്ളി അത്ര വലിയ പരിചയമില്ലായിരുന്നു. ടി വിയിൽ കണ്ടിട്ടായിരുന്നു അധികം പേർക്ക് പരിചയം. അപ്പോഴാണ് കേരള പോലീസ് ഇയാളെ ഒന്ന് സ്റ്റാറാക്കി കളയാം എന്ന് വിചാരിച്ച് പുള്ളിയുടെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത്. അൻവറിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്റ്റാറാക്കാനായിട്ട് വീട് വളയേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും അദ്ദേഹത്തെയും വീട് വളഞ്ഞ് പോലീസുകാർ വലിയൊരു ഷോ നടത്തി. സത്യത്തിൽ അൻവർ ഇച്ഛിച്ചതും പോലീസ് ചെയ്തതും കൽപ്പിച്ചതും ഒന്ന് തന്നെയായിരുന്നു. അങ്ങനെ അൻവർ വീണ്ടും ഒരു വീരനായകനായിരിക്കുന്നു. ഇന്നിപ്പോൾ വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി കഴിഞ്ഞാൽ രണ്ടാമത്തെ ആൾ കിഴക്കൻ ഏറനാട്ടിൽ പി വി അൻവറാണ്. അങ്ങനെ പി വി അൻവർ ഒരു വിജയ് കിഷുവായിട്ട് വിജയശ്രീ ലാളിതനായിട്ട് ഷഹീദ് ഭഗത് സിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ, ഭഗത് സിംഗിൻ്റെ പേര് പറഞ്ഞാൽ ദാവൂദ് സാഹിബ് സമ്മതിക്കില്ല, പോട്ടെ ഷഹീദ് ഭഗത് സിംഗിനേക്കാളും അഭിമാനത്തോടുകൂടി വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ പോലെ ഇപ്പോൾ ജയിലിലേക്ക് പോയിരിക്കുകയാണ്. കുഞ്ഞഹമ്മദ് ഹാജിയെ വിചാരണ ചെയ്ത് ബ്രിട്ടീഷുകാർ വെടിവെച്ചു. അൻവറിന് അങ്ങനെ പേടിയൊന്നും വേണ്ട, കാരണം ഇന്ത്യൻ ഭരണഘടനയുണ്ട്. പിന്നെ പിണറായി വിജയൻ എന്ന് പറഞ്ഞ കേരളം ഇന്ത്യ രാജ്യത്തെ 28 സ്റ്റേറ്റുകളിൽ ഒരു ചെറിയ സ്റ്റേറ്റാണ്. അവിടുത്തെ മുഖ്യമന്ത്രിക്ക് അങ്ങനെ കൊല്ലിനും കൊലക്കൊന്നും അധികാരമില്ല. എന്നാൽ പോലും ജയിലിൽ വെച്ച് അപായപ്പെടുത്താൻ ഒരു സാധ്യത അൻവർ മുന്നിൽ കാണുന്നുണ്ട്. കാരണം മഹാനായ നെപ്പോളിയനെ അങ്ങനെയുള്ളൂ ബ്രിട്ടീഷുകാർ ചെയ്തത്. ജയിലിൽ കിടക്കുന്ന സമയത്ത് സ്ലോ പോയിസൺ കൊടുത്ത് അദ്ദേഹത്തെ കൊലപ്പെടുത്തി എന്നാണ് ചരിത്രം. അപ്പോൾ അതുപോലൊരു ചതി അദ്ദേഹം പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അധികം ദിവസം ജയിലിൽ കിടക്കേണ്ട വരില്ല. അതുകൊണ്ട് അൻവർ തിരിച്ചു വരുന്നത് ഇവിടുന്ന് അങ്ങോട്ട് പോയ അൻവറായിരിക്കില്ല. ഇവിടുന്ന് അങ്ങോട്ട് പോയത് പി വി അൻവറായിട്ടാണെങ്കിൽ തിരിച്ചു വരുന്നത് വലിയ ഒരു വിപ്ലവ നേതാവായിട്ടായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി വാതിൽ തുറക്കാൻ UDFകാരും മടിക്കുകയില്ല. മാത്രമല്ല അൻവർ ഇന്നിപ്പോൾ ഈ മലയോര കർഷകരുടെയും ആദിവാസികളിലേക്ക് കൂടി നായകനായി മാറിയിരിക്കുകയാണ്. ഈ നിലമ്പൂർ വണ്ടൂർ പ്രദേശത്ത് ഒരുപാട് മലയോര കർഷകരുണ്ട്, കുടിയേറ്റക്കാരുണ്ട്. അവരൊക്കെ ഈ കാട്ടാന ശല്യം കൊണ്ടും കാട്ടുപന്നി ശല്യം കൊണ്ടും മുള്ളംപന്നി ശല്യം കൊണ്ടും ബുദ്ധിമുട്ടിയിരിക്കുകയാണ്. അപ്പോഴാണ് അവരെ സഹായിക്കാൻ ഒരു മാലാഖയെ പോലെ അൻവർ സാഹിബ് പ്രത്യക്ഷപ്പെടുത്തുന്നത്. അപ്പോൾ ഇനി അൻവറിനെ പിടിച്ചു നിർത്താൻ ആർക്കും പറ്റുകയില്ല. അദ്ദേഹത്തിൻ്റെ മുന്നേറ്റം കേരള ചരിത്രത്തിൽ ഇതുവരെ കേട്ടുകേൾവിയില്ലാത്ത ഒരു പുതിയ അധ്യായം തുറക്കും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അദ്ദേഹത്തിന് വിജയാശംസകൾ നേരുന്നു. ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഞാനും പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. അൻവർ കി ജയ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.